നമസ്കാരം. സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി നടക്കുന്ന പ്രാദേശിക സമ്മേളനങ്ങൾ ഒരു കാലത്ത് CPM-ൽ അത്ര വലിയ സംഭവങ്ങളൊന്നുമല്ലായിരുന്നു. ഇന്ന് ഒരു ബ്രാഞ്ച് സമ്മേളനം വരെ ഉത്സവ അന്തരീക്ഷത്തിൽ ആഘോഷിക്കപ്പെടുന്ന CPM ഇപ്പോൾ കൂടുതൽ തലവേദനകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സമ്മേളന കാലത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും വിമർശനങ്ങളും സ്വാഭാവികമായി ഉണ്ടാകുമെങ്കിലും അത് അവിടങ്ങളിൽ തന്നെ കെട്ടടങ്ങുമായിരുന്നു. ഇപ്പോൾ പ്രശ്നം തീർക്കാൻ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് എത്തേണ്ട അവസ്ഥയായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രാദേശിക വിഭാഗീയത പരിധി വിടുകയും പരസ്യ പ്രതികരണങ്ങൾ പുറത്തു വരികയും മാധ്യമങ്ങളിൽ അത് ചൂടൻ ചർച്ചകൾക്ക് വിധേയമാവുകയും ചെയ്യുകയാണ്. കൊല്ലത്തും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ഓടിയെത്തുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുൻപ് VS പിണറായി വിഭാഗങ്ങളായി തിരിഞ്ഞുള്ള വിഭാഗീയത ആയിരുന്നു CPM-ൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഇന്നത്തെ പോലെ പരസ്യമായിരുന്നില്ല. എല്ലാം പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുങ്ങിയിരുന്നു. ഇപ്പോൾ പ്രാദേശിക തലത്തിലുള്ള വ്യക്തി താൽപര്യങ്ങളും അനഭിലഷണീയ പ്രവണതകളും ശക്തിയാർജിക്കുകയാണ്. ഇതെല്ലാം സംഘടനാപരമായ വീഴ്ചയാണെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പും ഉയരുന്നുണ്ട്. പ്രാദേശികമായ ഇത്തരം പ്രവണതകൾ നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ നുള്ളിക്കളയുവാനുള്ള സംവിധാനവും ഇപ്പോൾ CPM-ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകും എന്ന് സംസ്ഥാന സെക്രട്ടറി ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴും സ്ഥിതി ഗുരുതരമായി തന്നെ പാർട്ടിക്കുള്ളിൽ തുടരുകയാണ്. മുൻപ് ഇത്തരം പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിക്കുന്നവയാണെന്ന് പറഞ്ഞായിരുന്നു നേതൃത്വം ഒഴിഞ്ഞിരുന്നത്. അധികാര തുടർച്ച പാർട്ടിയിലെ സാഹചര്യങ്ങൾ ആകെ മാറ്റിക്കഴിഞ്ഞു. ഭരണത്തിലുള്ളവരോട് കൂറു പുലർത്തുന്നവർക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കുവാൻ കഴിയുന്നു എന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇതിലെല്ലാം മനമെടുത്ത് പാർട്ടി വിടുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. പാർട്ടി വിട്ടവരിൽ കൂടുതലും BJP-യിലേക്ക് ചേക്കേറി. കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പ്രവർത്തകരുടെ കൂറുമാറ്റത്തെ പരിഹസിച്ചിരുന്ന CPM-ന് ഇപ്പോൾ സ്വന്തം അണികളുടെ കൊഴിഞ്ഞുപോക്ക് നിയന്ത്രിക്കാനാകാത്ത അവസ്ഥയിലുമായി. ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടന്ന കൂറുമാറ്റങ്ങൾ പാർട്ടിക്ക് വലിയ ക്ഷീണമായി മാറുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് വിഭാഗീയതയല്ല, മറിച്ച് പ്രാദേശിക പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ശ്രമിക്കുകയാണ്. തെറ്റായ ഒരു പ്രവണതയും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏറ്റവും പുതിയ സംഭവ വികാസമായി തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ സെക്രട്ടറിയായ മധു മുല്ലശ്ശേരി പാർട്ടി വിടുമെന്ന സൂചന നൽകിയതാണ്. അത് തിരുവനന്തപുരത്ത് ബ്രാഞ്ച് തലം മുതൽ നടക്കുന്ന വിഭാഗീയതയുടെ മറ്റൊരു തെളിവായി പുറത്തു വന്നിരിക്കുകയാണ്. നേമത്തും മംഗലപുരത്തും പുതിയ ഏരിയ സെക്രട്ടറിമാരും വന്നു കഴിഞ്ഞു. സംസ്ഥാനത്ത് പല ഏരിയ കമ്മിറ്റികളിലും 2 ചേരികൾ തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് നടത്തേണ്ട അവസ്ഥയും ഈ സമ്മേളന കാലത്ത് CPM-നുള്ളിൽ നടന്നിരിക്കുകയാണ്. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തി യോഗം ചേർന്ന് പദവിയിൽ നിന്നും നീക്കി. കൊടുമണ്ണ് ഏരിയ സമ്മേളനത്തിലും 2 ചേരിയായി വോട്ടെടുപ്പ് നടത്തേണ്ടി വന്നു. അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ ക്ഷണിക്കാതെ ഒഴിവാക്കിയ മുൻ മന്ത്രി G സുധാകരൻ പാർട്ടി വിടുമോ എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. കോൺഗ്രസും BJP-യും സുധാകരനെ തങ്ങളുടെ ഭാഗത്തേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. കുലശേഖരം നോർത്ത് ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രവർത്തകർ തമ്മിൽ തല്ലുണ്ടാവുകയും കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ചേർന്ന് സേവ് CPM ബാനറിൽ പരസ്യമായി പ്രതിഷേധ പ്രകടനം കരുനാഗപ്പള്ളിയിൽ നടന്നു. കൊഴിഞ്ഞമ്പാറയിൽ വിമത വിഭാഗം ബദലായി ഒരു പാർട്ടി ഓഫീസും തുറന്നു. മുൻപ് VS പിണറായി ഗ്രൂപ്പുകൾ പരസ്പരം വെട്ടിനിരത്തുകയും അതിനപ്പുറം മുന്നേറുകയും ചെയ്തിരുന്ന അവസ്ഥകളിൽ നിന്ന് പ്രാദേശിക നേതാക്കൾ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. പ്രാദേശിക നേതാക്കൾക്കെതിരെ ഉയരുന്ന ലൈംഗിക അഴിമതി ആരോപണങ്ങൾ പാർട്ടിയുടെ ഉറക്കം കെടുത്തുകയും ചെയ്യുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ പല ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ ഉയരുകയും ചെയ്യുന്നു. തെറ്റായ പ്രവണതകൾ വെച്ചു പൊറുപ്പിക്കില്ലെന്നും ഓരോ ദിവസവും തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് പാർട്ടി കടന്നുപോകുന്നതെന്നും സംസ്ഥാന സെക്രട്ടറി പ്രസ്താവിക്കുന്നുമുണ്ട്. കേരളത്തിലെ CPM-ൽ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വരുന്നതാണ് സംസ്ഥാന നേതൃത്വത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. തുടർഭരണം ലഭിച്ചതോടെ പല പ്രാദേശിക നേതാക്കളും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിൽ അവരെ തള്ളാനാകാതെ പലപ്പോഴും സംസ്ഥാന നേതൃത്വത്തിന് നിൽക്കേണ്ടി വരുന്നത് അണികൾക്കിടയിൽ തന്നെ അസംതൃപ്തി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ CPM കടന്നു പോകുന്ന വേളയിൽ പുറത്തുവരുന്ന ഓരോ ചെറിയ വാർത്തകളും കേരള രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയായി മാറുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.